അപ്പൊ നിങ്ങളെ അറബി പഠനമൊക്കെ എങ്ങനെ പോണേ? അത് പറഞ്ഞില്ലല്ലോ. ഇതുവരെ പഠിച്ചത് എവിടെ എത്തി? എല്ലാരും മറന്നോ? മറന്നിട്ടില്ല. പഠിച്ചതൊക്കെ ഓർമ്മയുണ്ട്. ഇതുവരെ പഠിച്ചതൊക്കെ ഓർമ്മയുണ്ട്. ഓർമ്മ ഇനി ഇപ്പൊ അത് ഓർമ്മ വേണം. അതിന്റെ കണ്ടിന്യൂഷൻ ആണ് ഇനി പഠിക്കാൻ പോകുന്നത്. സെം 1ന്റെ കണ്ടിന്യൂഷൻ ആണ് സെം 2 ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇതിൽ ആരെങ്കിലും സെം 1 ചെയ്യാത്തവരുണ്ടോ? സെം 1 ക്ലാസ് കിട്ടാത്തവർ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഞാന് വേറൊരു മാമിന്റെ ക്ലാസ് ആയിരുന്നു അറ്റൻഡ് ചെയ്തത്. ഏത് കമ്മ്യൂണിക്കേറ്റ് അറബിക്കോ? ഇത് ഈ ബുക്ക് 2 ബുക്ക് വേറെ 1 വേറെ ഒരു ദാന മാമിന്റെ ക്ലാസ് ആയിരുന്നു. ഇപ്പൊ അവര് ക്ലാസ് നിർത്തിയത് കൊണ്ട് ഞാൻ ഇതിൽ കേറിയതാ. ബുക്ക് 1 കഴിഞ്ഞു. ഏത് നമ്മൾ ഇതിന്റെ തന്നെയാണ്? അതെ ഇത് അതെ തന്നെയാണ്. ഇത് തന്നെ ഇതന്നെയാ. ദാന പറഞ്ഞിട്ടോ? അതായത് അണ്ടർസ്റ്റാൻഡ് ദാ- ഖുറാന്റെ ഇതിലുള്ളതോ? അല്ല അല്ല വേറൊരു അല്ല. മാമിന്റെ ക്ലാസ് ആയിരുന്നു അത്. അത് അപ്പൊ ഫുള്ളും അവര് നിർത്തി. കഴിഞ്ഞിട്ടില്ലേ? ഫുള്ള് കഴിഞ്ഞതാ. ബുക്ക് 1 ഫുള്ള് കഴിഞ്ഞതാ. നിങ്ങളിൽ ആരെങ്കിലും ഈ PDF ഉണ്ടോ ഈ ബുക്കിന്റെ? ഇന്ത്യയിലുള്ള ഡൗൺലോഡ് ആവുന്നില്ല. ഷെയർ ചെയ്യാന്, സ്ക്രീന് ഷെയർ ചെയ്യാൻ. PDF ഇല്ല. ഇതിൽ ആയിഷത്തുണ്ട്. നിങ്ങളിലുണ്ടോ PDF? നിങ്ങളെ ഹസ്ബൻഡിന്റെ ഉണ്ടാവല്ലോ. ഞാൻ നിസ്കാരം കഴിഞ്ഞ് വന്നില്ലല്ലോ ചോദിക്കാൻ. വന്നില്ല. ഇന്ത്യയിലുള്ള വന്നില്ല. ഡൗൺലോഡ് ആവുന്നില്ല. ഓരോ ഗ്രൂപ്പിലുണ്ട് PDF. ഇന്ത്യയിൽ ഡൗൺലോഡ് ആവുന്നില്ല. അപ്പൊ നിങ്ങള് ടെക്സ്റ്റ് ഇല്ലേ എല്ലാരെയും? ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ഉണ്ട്. ടെക്സ്റ്റ് ബുക്ക് എന്നാലും എടുത്തോളി. ആരെങ്കിലും ടെക്സ്റ്റ് ബുക്ക് വാങ്ങാത്തതുണ്ടോ? ടെക്സ്റ്റ് വാങ്ങാത്തവരാരെങ്കിലും ഉണ്ടോ? എല്ലാരും വാങ്ങിയതല്ലേ? അതെ വാങ്ങിയതാ. ഓൾറെഡി ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ നമ്മള് CCA അഥവാ കമ്മ്യൂണിക്കേറ്റ് അറബിക്കിന്റെ സെം 2 ആണ്. സെം 1 നമ്മൾ ഓൾറെഡി എക്സാം കഴിഞ്ഞ് റിസൾട്ട് പബ്ലിഷ് ചെയ്ത് അതിന്റെ സെം 2 ആണ്. അഥവാ ഫസ്റ്റ് പാർട്ടിന്റെ കണ്ടിന്യൂഷന് തുടർച്ചയാണ്. നമ്മള് ഫസ്റ്റ് പാർട്ടിൽ കുറച്ച് ഗ്രാമേഴ്സേ പഠിച്ചിട്ടുള്ളൂ. നമ്മൾ ഓവറായിട്ട് പഠിച്ചിട്ടില്ല. അതായത് നമ്മൾ സിഫത്ത്, മൗസൂഫ്, മുബ്തദ, ഖബർ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളെ പഠിച്ചിട്ടുള്ളൂ. അതത് മാദൂദിന്റെ ചെറിയ ഭാഗം. അതത് മാദൂദ് ഏതുവരെയാണ് പഠിച്ചത്? 10 വരെ. 1 മുതൽ 10 വരെ. അതിൽ 1 2 വേറെ നിയമം, 3 മുതൽ 10 വരെ വേറെ നിയമം. അത് അങ്ങനത്തെ കുറച്ച് ഇനി അതിലും കുറച്ച് ഇതായിട്ടുള്ളതാണ് പഠിക്കാൻ പോകുന്നത്, കുറച്ചും കൂടി. അപ്പൊ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്നന്റെ അർത്ഥം അറിയോ ആർക്കെങ്കിലും? നിശ്ചയമായും. നിശ്ചയം. നിശ്ചയം നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ എന്താണ്? അപ്പൊ അതിന്റെ പ്രയോഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇന്നന്റെ പ്രയോഗം അഥവാ ഇന്ന വഹവാത്തുഹ പറഞ്ഞാൽ എന്താണ്? ഇന്നയും അതിന്റെ സഹോദരിമാരും. അതിന് കുറെ സഹോദരിമാരുണ്ട്. അതിൽ ഒരു സഹോദരിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, അഥവാ അല്ല. അഥവാ ഇന്നയുടെ രണ്ട് പ്രയോഗങ്ങളാണ് നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത്. ഇപ്പോഴും കേൾക്കുന്നില്ലേ? ആരോ കേൾക്കുന്നില്ലാന്ന്. അപ്പൊ ഇന്ന 2 രൂപത്തിൽ നമ്മൾ ഉപയോഗിക്കും. ഒന്ന് ഇന്ന ഒറ്റക്ക് പ്രത്യേകമായിട്ട് ഇന്ന വരുന്നത്. പിന്നെ ഇന്ന സർവനാമത്തിന്റെ കൂടെ വരുന്നത്. സർവനാമം പറഞ്ഞാൽ എന്താണ്? പ്രോനൗൺസ് പറഞ്ഞാൽ എന്തേനു? സർവനാമം അൻത, അൻതും എന്നൊക്കെ പറയുന്ന മാതിരി അത് അപ്പൊ ഇന്ന സർവനാമത്തിന്റെ കൂടെ വരുന്നതും ഇന്ന പ്രത്യേകമായിട്ട് വരുന്നതുമാണ് പഠിക്കുന്നത്. പിന്നെ അതിന്റെ സഹോദരിയായിട്ടുള്ള ആര്? ലാന്റെ പ്രയോഗങ്ങളുമാണ് പഠിക്കുന്നത്. ഫസ്റ്റ് ഇന്ന ഏത് സെന്റൻസിന് മുമ്പിലെ വരാ? ആദ്യമായിട്ട് അതിന് പറയുന്നതിന് മുമ്പ് എത്ര തരം സെന്റൻസുകൾ ഉണ്ട് അറബിയില്? 2 തരം സെന്റൻസുകൾ ഉണ്ട് അറബിയിൽ. ഒന്ന് എന്താണ്? നോമിനൽ സെന്റൻസ് അഥവാ നാമവാക്യം. ഒരു നാമം കൊണ്ട് തുടങ്ങുന്ന സെന്റൻസ് അഥവാ നോമിനൽ സെന്റൻസ്.
രണ്ടാമത്തത് എന്താണ്? ക്രിയ കൊണ്ട് തുടങ്ങുന്ന സെന്റൻസ്. അഥവാ ആ സെന്റൻസിന്റെ സ്റ്റാർട്ടിങ് എന്തായിരിക്കും? ക്രിയ കൊണ്ടായിരിക്കും തുടങ്ങുക. ക്രിയ. നോമിനൽ സെന്റൻസ് പറഞ്ഞാല്, നാമവാക്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നാമം കൊണ്ട് തുടങ്ങുന്ന സെന്റൻസ് ആയിരിക്കും. രണ്ടാമത്തെ സെന്റൻസിന്റെ ടൈപ്പ് ഏതാണ്? ഒരു ക്രിയ കൊണ്ട് തുടങ്ങുന്ന സെന്റൻസ്. അപ്പം ഈ ഇന്നന്റെ ഇത് പറയുകയാണെങ്കിൽ ഇന്ന ഏതിന്റെ മുമ്പിലാണ് വരാ? നാമം ഈ കൊണ്ട്. രണ്ട് സെന്റൻസിൽ ഇന്ന വരാല് നോമിനൽ സെന്റൻസിന്റെ മുമ്പിലാണ് എന്ത് വരാ? ഇന്ന വരാ. ഇന്നയുടെ പ്രയോഗം ഏതിന്റെ മുമ്പിലെ വരാ? നോമിനൽ സെന്റൻസ്, അതാ നാമവാക്യം. നമ്മൾ അറബിയിൽ പറയുകയാണെങ്കിൽ അൽ ജുംലത്തുൽ ഇസ്മിയ. നാമവാക്യത്തിന്റെ അറബിയാണ് എന്ത്? അൽ ജുംലത്തുൽ ഇസ്മിയ. അപ്പൊ ഈ ഇന്ന വരുമ്പോഴുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇന്ന വരുമ്പോ അതിന്റെ മുമ്പ് നമ്മൾ മുബത്തദ് ഖബർ പഠിച്ചത് ഓർമ്മയില്ലേ? മുബത്തദ് ഖബർ. ഈ മുബത്തദ് എന്തുകൊണ്ടാ തുടങ്ങുക? മുബത്തദ് ഏത് ഇത് കൊണ്ടാ തുടങ്ങുക? അതല്ല ചോദിച്ചേ. അതിന്റെ അവസാനം ഇസ്മു കൊണ്ടാണ് മുബത്തദ് തുടങ്ങുന്നത്. ഇസ്മു കൊണ്ടാണ് മുബത്തദ്. ഇപ്പൊ ഈ മുബത്തദ് ഖബർ ഉള്ള സെന്റൻസിനാണ് എന്ത് പറയുന്നത്? ജുംലത്തുൽ ഇസ്മിയ അഥവാ നോമിനൽ സെന്റൻസ്. മുബത്തദ് ഖബർ ഏത് സെന്റൻസിന്റെ തുടക്കം എന്താണ്? ഒരു ഇസ്മു കൊണ്ടാണ് മുബത്തദ് തുടങ്ങുക. മുബത്തദ് ഖബർ. ആ മുബത്തദ് പറഞ്ഞാൽ എന്തേനു? ഫസ്റ്റ് പാർട്ട് അല്ലെങ്കിൽ ബിഗിനിങ് ഓഫ് ദി സെന്റൻസ്. ആ സെന്റൻസിന്റെ ബിഗിനിങ് പാർട്ടിനാണ് എന്ത് പറയാ? മുബത്തദ് എന്ന് പറയാം. ഇതിൽ ആർക്കെങ്കിലും എല്ലാവരും ക്ലാസ് കേട്ടല്ലോ ഫസ്റ്റ് പാർട്ട്? സംശയം ഇല്ലാത്തവരാരും ഇല്ലല്ലോ ഇതില്? മുഹമ്മദ് ഷമീം ഒരു പുതിയതാണ്. നിങ്ങൾ ഫസ്റ്റ് പാർട്ട് കേട്ടീനോ? സെം 1? അസ്സലാമു അലൈക്കും. ഞാന് നമ്മളാ ധന മുഹമ്മദ് ആശ എന്ന് പറഞ്ഞ മാഡത്തിന്റെ ക്ലാസ്സിൽ പങ്കെടുത്തായിരുന്നു. അതിലാണ് പങ്കെടുത്തത്, ഇതിനകത്തല്ല പങ്കെടുത്തത്. അപ്പൊ അതുകൊണ്ട് അതിൽ പങ്കെടുത്തു. അതെ 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 അറിയാം. പിന്നെ വേറെ ആർക്കോ പുതിയ ഉണ്ടല്ലോ, ഹഫീല എന്നൊക്കെ പറഞ്ഞിട്ട്. അതെ, ഞാനും അതേ ക്ലാസ്സിലാ പങ്കെടുത്തിട്ടുണ്ടായത്. അപ്പൊ ഓക്കെ. അപ്പൊ മുബത്തദ് എന്ന് പറഞ്ഞാൽ ഒരു സെന്റൻസിന്റെ ബിഗിനിങ് പാർട്ട്. ആ ബിഗിനിങ് പാർട്ടിന്റെ എന്താണ് ഖബർ? ഇൻഫോർമേറ്റീവ് പാർട്ട്. ആ ഫസ്റ്റ് പാർട്ട് എന്താണോ അതിന്റെ ഇൻഫോർമേഷൻ ആണ് എന്ത്? ഖബർ എന്ന് പറഞ്ഞാൽ. അത് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇതിനാണ് എന്ത് പറയുന്നത്? അൽ ജുംലത്തുൽ ഇസ്മിയ, നോമിനൽ സെന്റൻസ്. ഓക്കെ. അപ്പം ഈ ഇന്ന ഏതിനു മുമ്പിലാ വരാ? ജുംലത്തുൽ ഇസ്മിയന്റെ മുമ്പിലാണ് വരാ, അഥവാ മുബത്തദ് ഖബറിന്റെ മുമ്പ്. മുബത്തദയുടെ മുമ്പാണ് പറയാ. മുബത്തദയുടെ മുമ്പാണ് ഇന്ന വരാ. അപ്പൊ ഇന്ന വരുമ്പോ രണ്ട് പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഈ മുബത്തദും? ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ അൽ കിതാബു സഹല്. അൽ കിതാബു സഹലു എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പുസ്തകം. ഈ പുസ്തകമല്ല. ഈ പുസ്തകം ഇങ്ങനെ അർത്ഥം വരാം. ഈസി, ബുക്ക് എളുപ്പമുള്ളതാകുന്നു അല്ലേ? അപ്പൊ ഈ അവസാനത്തെ അടയാളം എന്താ? അൽ കിതാബിന്റെ അവസാനത്തെ അടയാളം എന്താണ്? ലൊമ്മ്. സഹലിന്റെ അവസാനത്തെ അടയാളം എന്താണ്? ലൊമ്മ്, തെന്നിനുള്ള ലൊമ്മ്. അപ്പം ഇന്ന വന്നാല് ഈ സെന്റൻസിൽ ഒരു മാറ്റം സംഭവിക്കും. ഇന്ന വന്നാല് അതിന്റെ ശേഷം വരുന്നതിന് എന്ത് മാറ്റം വരും? നെസ്ബാവും. നെസ്ബ പറഞ്ഞാൽ എന്താണ്? 10. അതിന്റെ രണ്ടാമത്തെ പാർട്ട് അഥവാ ഖബറിന് എന്താവും? ലൊമ്മത്ത്. അപ്പോ ഇന്ന വന്നാലും മാറ്റം സംഭവിക്കാൻ പോകേണ്ടത് എന്താണ്? ഫസ്റ്റ് പാർട്ടിന് എന്ത് സംഭവിക്കും? ഇന്ന വന്നതിന്റെ ശേഷമുള്ള ഫസ്റ്റ് പാർട്ടിന് എന്ത് സംഭവിക്കും? ലൊമ്മ മാറിയിട്ട് നെസ്ബാവും. സെക്കൻഡ് പാർട്ടിന് എന്ത് സംഭവിക്കും? അത് ലൊമ്മൻ. പിന്നെ നമ്മളിപ്പോ ഇതിന് മുബത്തദ് ഖബർ എന്നാ പറയാ. പക്ഷെ ഇന്ന വന്നതിന് ശേഷം ഇന്ന ആ സെന്റൻസിന്റെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ആ സെന്റൻസിന് മുബത്തദൈന് എന്താ പറയാ? ഇസ്മു ഇന്ന, ഇന്നയുടെ ഇസ്മ. അഥവാ നമ്മളിപ്പോ അൽ കിതാബു സഹലു എന്ന് പറഞ്ഞാല് അൽ കിതാബ് എന്താണ്? അതില് മുബത്തദും സഹല് എന്നുള്ളത് എന്താണ്? സഹലു എന്നുള്ളത് ഖബറും ആണ്. പക്ഷെ അതാണ് ദ ബുക്ക് ഈസ് ഈസി. പക്ഷെ അതിന്റെ മുമ്പിൽ ഇന്ന വന്നാല് ഇന്നൽ കിതാബ സഹലുൻ, ഇൻഡീഡ് ദ ബുക്ക് ഈസ് ഈസി, തീർച്ചയായും ബുക്ക് എളുപ്പമുള്ളതാകുന്നു. അപ്പൊ ഇന്ന വന്ന് കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു
ഇതിന്റെ മുമ്പിൽ ഇന്ന വന്നു കഴിഞ്ഞാല് ആ ഇന്നക്ക് ശേഷം വരുന്ന ഫസ്റ്റ് പാർട്ടിന് ഇസ്മോ ഇന്നയും ആ രണ്ടാമത്തെ പാർട്ടിന് എന്താ പറയാ ഹബറിന് ഹബർ ഇന്നയും. ഹബർ ഇന്നയുടെ ഹബറും ഇന്നയുടെ ഇസ്മും. പിന്നെ നമ്മൾ ഒരു മുബത്തദ ഹബറിന്റെ മുമ്പിൽ ഇന്ന വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മുബത്തദ ഹബർ പറയില്ല. പിന്നെ നമ്മൾ പറയാം എന്താണ് മുബത്തദയിന് ഇസ്മോ ഇന്നയും ഹബറിന് ഹബറും ഇന്നയും ആണ് പറയാം. ഇതാണ് ഒന്നാമത്തേത് ഇന്നയുടെ പ്രയോഗം. പിന്നെ രണ്ടാമത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതില് ലാല്ല. ലാല്ല എന്താണ്? ഇതേ സെയിം ഇതന്നാണ്. അർത്ഥത്തിൽ മാറ്റം ഉണ്ടാവും. ലാല്ല വന്നാലും ഈ മാറ്റങ്ങൾ എന്നാ സംഭവിക്കാം. പിന്നെ ഇതന്നെ ലാല്ലക്ക് ശേഷം വരുന്നതിന് നസ്ബ് കൊടുക്കും. അതിന് ശേഷമുള്ളതിന് എന്ത് കൊടുക്കും? ലൊമ്മ കൊടുക്കും. പിന്നെ അടുത്ത ഇതിൽ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് റൂ പറഞ്ഞാൽ എന്താ? റൂ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ സെമ്മിൽ പഠിച്ചത് റൂ ഉള്ളത്. ഹാവിങ് പൊസസിങ് എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ അർത്ഥം പറയും. റൂ പറഞ്ഞാല് ഉള്ള. അപ്പൊ ദൂ പറഞ്ഞാലും ഉള്ള. അപ്പൊ ഈ ദൂക്ക് ശേഷം വരുന്നതിന് നമ്മൾ എന്ത് വരും എന്നാ പറഞ്ഞത്? ദൂന് ശേഷം വരുന്നതിന് എന്താ വരാ അതിന്റെ അടയാളം? ജെറാവും. ലൊമ്മല്ല ചെറ് കെസറ് വരും. കാരണം എന്താണ്? ദൂ എന്നുള്ളത് എന്താണ്? മുലാഫാണ്. ദൂ എന്നുള്ളത് എന്താണ്? മുലാഫാണ്. അപ്പൊ അതിന്റെ ശേഷം വരുന്നത് സ്വാഭാവികമായിട്ട് എന്താവും? എന്താവും? മുലാഫ് കഴിഞ്ഞാലും മുലാഫ് അതിന് ശേഷം എന്താ വരാ? മുദാഫ് ഇലൈഹി. മുലാഫ് ഇലേഹിയാണ് അതിന്റെ ശേഷമുള്ളതിന് വരാം. അപ്പൊ മുലാഫ് ഇലേക്ക് എന്താ അടയാളം വരാം? നമ്മൾ പഠിച്ചത് ചെറുത്. അപ്പം ദൂ എന്നുള്ളത് എന്താണ്? മുലാഫാണ്. അതിന് ശേഷം വരുന്നത് സ്വാഭാവികമായിട്ട് മുലാഫ് ഇലേഹി ആവും. അപ്പൊ അതിന്റെ അടയാളം എന്തായിരിക്കും? ജെറായിരിക്കും. പിന്നെ ഈ ദൂ എന്നുള്ളത് എന്താണ്? മുദക്കറാണോ മുഅന്നസ് ആണോ? സ്ത്രീലിംഗാണോ പുല്ലിംഗാണോ? പുല്ലിംഗം. അപ്പൊ അതിന്റെ സ്ത്രീലിംഗം എന്താണ്? ദവാത്തു അല്ല ധാത്തുൻ വരില്ല. ധാത്തുൻ വരാത്ത കാരണം എന്താണ്? മുലാഫിന് എന്ത് വരില്ല? ഒരിക്കലും തെൻവീന് വരില്ല. ഓക്കെ. തെൻവീന് വരില്ല. അപ്പൊ ദൂ എന്നുള്ളതിന്റെ മുഅന്നസാണ് എന്ത്? ധാത്ത് എന്നുള്ളത്. ഓക്കെ. ഇതിന്റെ ബഹുവചനം എന്താണ്? ദൂ എന്നുള്ളതിന്റെ ബഹുവചനം ദവൂ എന്നും ധാത്ത് എന്നുള്ളതിന്റെ ബഹുവചനം ദവാത്തു ആണ്. ദൂ എന്ന് പറഞ്ഞാൽ ഉള്ള. അതൊരു ബഹുവചനത്തിന്റെ കൂടെ ഉപയോഗിക്കുമ്പോൾ എന്താ വരാ? ദവൂ. ധാത്ത് എന്നുള്ളത് എന്താണ്? സ്ത്രീലിംഗാണ്. അതിന്റെ ബഹുവചനം ദവാത്തു. പിന്നെ ഇതിൽ അടുത്ത പഠിക്കാൻ പോകുന്നത് എന്നുള്ളതിന്റെ പ്രയോഗമാണ്. പറഞ്ഞാൽ എന്താണ്? ഓർ. ഇതാണോ അതല്ല. നമ്മൾ പറയില്ല. നമ്മൾ രണ്ട് ഓപ്ഷന് വെക്കും. ഇതാണോ അതല്ല എന്ന് ഉപയോഗിക്കാൻ. ഇതാണോ അതല്ല. അല്ലെങ്കിൽ അതാണോ ഇതല്ല. അങ്ങനെ നമ്മൾ ഓപ്ഷന് വെക്കൂലേ? നമ്മൾ ഇംഗ്ലീഷിൽ ഓർന്ന് പറയില്ല. ഓർ. അത്. അപ്പം ഇതെന്താണ്? ഇതിന്റെ അർത്ഥം എന്താണ്? ഇതാണോ അതാണോ ഇതാണോ എന്ന് ചോദിക്കുന്നത്. അതല്ല ഇതാണോ. അമ്മിന്റെ സെയിം അർത്ഥം വരുന്നത് വേറെ ഒന്നും കൂടി ഉണ്ട്. അതെന്താണ്? ഓർന്നുള്ള അർത്ഥം വരുന്നത്. എന്ന് പറഞ്ഞാലും എന്താണ്? ഓർന്നുള്ള അർത്ഥം തന്നെയാണ്. പക്ഷെ ഇത് രണ്ട് സിറ്റുവേഷനിലാണ് ഉപയോഗിക്കുക. ആ രണ്ട് സിറ്റുവേഷൻ ഇവിടെ പറയും. അന്നുള്ളത് വേറെ സിറ്റുവേഷനിലാണ് ഉപയോഗിക്കുക. എന്നുള്ളത് എന്താണ്? വേറൊരു സിറ്റുവേഷനിലാണ് ഉപയോഗിക്കുക. ഒരു മിനിറ്റ് PDF കിട്ടിക്കും. ഞാൻ ഷെയർ ആക്കാം. പിന്നെ ഒന്ന് അന്നുള്ളത് ഒരു വേറെ സിറ്റുവേഷനിലാണ്. എന്നുള്ളത് വേറെ സിറ്റുവേഷൻ. പക്ഷെ രണ്ടിന്റെ അർത്ഥം എന്താണ്? സെയിം ആണ്. ഓർ എന്നുള്ള അർത്ഥമാണ്. അതും ഇതിൽ പഠിക്കാൻ പോകുന്നുണ്ട്. പിന്നെ അടുത്തത് പഠിക്കാൻ പോകുന്നത് മിയാത്തുൻ അൽഫുൻ. മിയാത്തുൻ പറഞ്ഞാൽ എത്രയാണ്? നമ്പറാണ് മിയാത്തുൻ. 100. അൽഫുൻ പറഞ്ഞാലോ? 1000. അപ്പൊ ഈ മിയാത്തുൻ എന്നുള്ളത് എങ്ങനെയാ എഴുതാ?
ഒരു മിനിറ്റ്. മീമ് അലിഫ് പോസ്റ്റ് ത. അലിഫ് ഇല്ലാതെ ആരെങ്കിലും എഴുതലുണ്ടോ? മീമ് കഴിഞ്ഞിട്ട് അലിഫ് ഇല്ലാതെ ആരെങ്കിലും എഴുതലുണ്ടോ? ഹംസ ഉണ്ട്. ഹംസ ഇടൂല. മീമ് കഴിഞ്ഞാല് അലിഫ് ഇടാതെ ആരെങ്കിലും എഴുതലുണ്ടോ? ഉപയോഗിക്കുന്നില്ലല്ലോ. മീമ് കഴിഞ്ഞാല് നിങ്ങളെ മിയാത്തു എന്നുള്ളത് എങ്ങനെ എഴുതാവെന്ന് പറഞ്ഞേരി. മിയാത്തുൻ മേലെ ഹംസ ഇടൂല. മീമ് ഇട്ടിട്ട് മേലെ ഹംസ ഇടൂല. മിയാത്തുൻ ഒരു യാ ഇട്ടിട്ട് അതിന്റെ മുകളില് അല്ല, മീമ് കഴിഞ്ഞിട്ട് എന്താ ഇടല്? മീമ് കഴിഞ്ഞിട്ട് അലിഫ് ഇട്ടിട്ട് അലിഫാണ് ഇടല്. ഹംസ ഇടോ അതിന്റെ മേലെ? ഇടൂല, അറിയില്ല. അതായത് ഹംസ ഇടാ. ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. PDF കിട്ടിയിട്ടുണ്ട്. അതായത് മിയാത്തുന് ചിലര് ഹംസ ഇടാതെ എഴുതലുണ്ട്, ഹംസ ഇട്ടിട്ടും എഴുതലുണ്ട്. അപ്പൊ ശരിയായിട്ടുള്ള രൂപം എന്താണ്? ഹംസ അല്ല, അലിഫ്. മിയാത്ത് എന്നുള്ളത് മീമിന് ശേഷം അലിഫ് ഇടാതെ എഴുതലുണ്ട്, ഇട്ടിട്ടും എഴുതലുണ്ട്. അപ്പൊ ശരിയായിട്ടുള്ള രൂപം എന്താണ്? അലിഫ് ഇട്ടിട്ട് എഴുതുന്നതാണ്. ഓക്കെ, അലിഫ് ഇട്ടിട്ട് മേലെ ഹംസ അതാണ് ഇടൂല. ശരിയായിട്ടുള്ള രൂപം. അത് ഞാൻ എഴുതി കാണിച്ചു തരാം. ഫയല് ഡൗൺലോഡ് ആവുന്നുണ്ട്. ഞാൻ അപ്പൊ കാണിച്ചു തരാം. അതൊന്ന് മിയാത്തിന് പറഞ്ഞാല് 100, അൽഫുൻ പറഞ്ഞാല് 1000. ഈ മിയാത്തിന്റെ പ്രത്യേകത എന്താണ്? മിയാത്തിന് ശേഷം വരുന്നുള്ളതിന് എന്ത് കൊടുക്കണം? മിയാത്ത് എന്നുള്ളത് അതതാണ്, അഥവാ നമ്പറാണ്. അപ്പൊ നമ്പറിന് ശേഷം വരുന്നത് എന്താണ്? മഅദൂദാണ്, എണ്ണപ്പെടുന്നത്. അപ്പൊ എണ്ണപ്പെടുന്നതിന്റെ അടയാളം എന്തായിരിക്കും അവസാനത്തെ? കസ്റാണ്, ചെറാണ്. അൽഫ് എന്നുള്ളത് എന്താണ്? അതിന്റെ ശേഷം വരുന്ന മഅദൂദിന് എന്തായിരിക്കും? കസ്റായിരിക്കും. ഓക്കെ, അൽഫ് എന്ന് പറഞ്ഞാല് 100, മിയാത്ത് പറഞ്ഞാലും അൽഫ് പറഞ്ഞാൽ 1000, മിയാത്ത് പറഞ്ഞാല് 100. ഇതിന് അൽഫിനോ മിയാത്തിനു ശേഷം വരുന്നതിന് എന്ത് വരണം? ശേഷം വരുന്നതിന് കസർ വരണം, അഥവാ ജെറായിരിക്കും. പിന്നെ നമ്മൾ ഇതിൽ അടുത്തത് പഠിക്കാൻ പോകുന്നത്, അത് PDF ഇപ്പൊ കിട്ടും, അതിനി വായിക്കുമ്പോ പറഞ്ഞു പോവാം. നിങ്ങൾ എന്നാ ടെക്സ്റ്റ് തുറന്നോളി, പേജ് നമ്പർ ഫസ്റ്റത്തെ ചാപ്റ്റർ എടുത്തോളി. ഫസ്റ്റത്തെ ചാപ്റ്റർ എടുത്തില്ലേ? അതിൽ ഫസ്റ്റ് എന്താണ്? ഇനിയിപ്പോ ഇതില് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മള് സെം 1 ടെക്സ്റ്റ് ബുക്ക് പോലെ ആയിരിക്കില്ല സെം 2. സെം 2 എല്ലാത്തിനും എന്തുണ്ടാവും? സെം 2 അല്ല, സെം 1 എല്ലാത്തിലും ഹർക്കത്ത് ഉണ്ട്. പക്ഷെ ഇനിയിപ്പോ ഞാൻ ആദ്യം പറഞ്ഞിന്, ഇനിയിപ്പോ അങ്ങോട്ട് പോണ ചാപ്റ്റേഴ്സിൽ തീരെ എന്തുണ്ടാവില്ല, ഹർക്കത്ത് ഉണ്ടാവില്ല, അവസാനത്തെ അടയാളം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ അങ്ങനെ വായിച്ചു പോകണം. അപ്പൊ നമ്മൾ ഇപ്പൊ തന്നെ പ്രാക്ടീസ് ചെയ്ത് പോകണം. ഫസ്റ്റ് എന്താണ്? നമ്മൾ ശരിക്കും അസ്സലാമു അലൈക്കും എന്താ ശരി? എങ്ങനെ പറയണത് ശരി? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതാണ് ശരിയായിട്ടുള്ള രൂപം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞതാണ് എന്ത് ശരിയായിട്ടുള്ള രൂപം. അപ്പം ഹാഷിമ് പറയാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പൊ അൽ മുദരിസ് അധ്യാപകൻ. മുദരിസ് പറഞ്ഞാൽ എന്താണ്? ടീച്ചർ, അധ്യാപകൻ. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പൊ ഹാഷിമ് പറയാണ് കൈഫ ഹാലുക യാ ഉസ്താദു. അവിടെ ഉസ്താദുന്ന് വരോ? ഉസ്താദുന്ന് വരോ? ഇല്ല. കാരണം എന്താണത്? ഹർഫു നിദ വന്നതിനോണ്ട് എന്ത് വരില്ല? അത് തൻവീന് വരില്ല. തൻവീന് വരൂല. അല്ലെങ്കിൽ ഇത് കാണില്ല സ്ക്രീന്. ഇനി സ്ക്രീനിലേക്ക് നോക്കിക്കോളേ. അപ്പൊ എന്താണ്? കൈഫ ഹാലുക യാ ഉസ്താദു. കൈഫ ഹാലുക യാ ഉസ്താദ് പറഞ്ഞ എന്താണ്? കൈഫ ഹാലുക, ഹൗ ആർ യു യാ ഉസ്താദു, അധ്യാപകനെ. അപ്പൊ നമ്മൾ ഇവിടെ ഫസ്റ്റത്തെ പ്രയോഗം പഠിക്കുകയാണ്. ലഅല്ലക ബിഹൈരിൻ, ലഅല്ലക ബിഹൈരിൻ. അപ്പൊ ഇവിടെ ഹൈർ എന്നുള്ളത് എന്താണ്? ഹൈർ എന്നുള്ളത് എന്താണ് അർത്ഥം? നല്ലത്. നല്ലത്.
ഗുഡ് അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ്. നമ്മൾ ഒരാളോട് നല്ലതെന്ന് ചോദിക്കുന്നത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ്. 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 അപ്പം ഇവിടെ അല്ലക്ക് അർത്ഥം എങ്ങനെയാന്ന് വരാച്ചാല് നമ്മള് അതായത് ചോദിക്കുന്ന കാര്യം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ചോദിക്കുക. അപ്പൊ ഇവിടെ എന്താണ് കൈഫ ഹാലുക യാ ഉസ്താദോ, ഹൗ ആർ യു ടീച്ചർ എന്നാ ചോദിക്കുന്നത്. അപ്പൊ എന്താ പറയുന്നത് ലഅല്ലക ബിഹൈരിൻ. ലഅല്ലക ബിഹൈരിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് സുഖമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പ്രതീക്ഷിക്കുന്നു എന്നാണ്, അതായത് ഹോപ്പാണ്. അവിടെ ഒരു പ്രതീക്ഷയാണ് ലഅല്ലക്ക് അർത്ഥം കിട്ടുന്നത്, പ്രതീക്ഷ. കാരണം എന്താണ് ഇവിടെ ഹൈർ എന്നുള്ളത് എന്താണ്? പോസിറ്റീവ്. പോസിറ്റീവ് ആയതുകൊണ്ട്. പക്ഷെ മരീലാണെങ്കിലും മരീൽ എന്നുള്ളത് എന്താണ്? നെഗറ്റീവ് ആണ്. സിക്ക്. രോഗം. നെഗറ്റീവ് ആണ്. ഒരു ബാഡ് മീനിങ് അല്ല, നെഗറ്റീവ് ആയിട്ടുള്ളത് അത്. ഒരു രോഗി എന്ന് പറഞ്ഞിട്ടാണ് അത് നല്ലതാണോ? അല്ല. അല്ല. വിഷമം. ഒരു രോഗി മരീൽ എന്ന് പറഞ്ഞാൽ രോഗിയാണ്. അപ്പൊ രോഗി എന്ന് പറയുന്നത് എന്താണ്? അത് നല്ലതല്ല, ആ ഒരു നെഗറ്റീവ് ആണ്. അപ്പൊ എന്താണ്? അപ്പൊ അവിടെ എന്താ വരാ? ലഅല്ലക ബി മരീലിന്ന് ചോദിച്ചാൽ എന്താണ് അർത്ഥം? അവിടെ നെഗറ്റീവായി. അപ്പൊ ഇവിടെ എന്താണ്? ലഅല്ലക അർത്ഥം മാറി. ഞാൻ ഭയപ്പെടുന്നു, നിങ്ങൾ രോഗിയാണെന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പൊ ലഅല്ലക അർത്ഥം വരൽ എങ്ങനെയാ വെച്ചാല് നമ്മൾ കോണ്ടെക്സ്റ്റ് നോക്കാം, സിറ്റുവേഷൻ നോക്കാം. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് അർത്ഥം വരുന്നത്. അപ്പൊ ഇവിടെ എന്താണ് അർത്ഥം വരുന്നത്? ലഅല്ലക ബിഹൈരിൻ, നിങ്ങൾക്ക് സുഖമാണെന്ന് നിങ്ങൾക്ക് സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇവിടെ പ്രതീക്ഷയാണ്, പോസിറ്റീവ് ആയതുകൊണ്ട് പ്രതീക്ഷയാണ്. അതേ സ്ഥാനത്ത് അവിടെ മരീൽ ആണെങ്കിൽ എന്താണ്? ഫിയർ. അവിടെ ഞാൻ ഭയപ്പെടുന്നു എന്നുള്ള അർത്ഥം. നിങ്ങൾ രോഗിയാണെന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നുള്ളത് എന്താണ്? അവിടെ അപ്പൊ ഇവിടെ ലഅല്ലക സാധാരണയായിട്ട് അർത്ഥം പറയല് ആയേക്കാം എന്നുള്ളതാണ്. ആയേക്കാം. ലഅല്ല പറഞ്ഞാൽ ആയേക്കാം. അപ്പൊ അത് പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ ഭയപ്പെടുന്നു. അതായത് അത് കോണ്ടെക്സ്റ്റ് നോക്കാം, എന്താണ് സിറ്റുവേഷൻ നോക്കാം. അപ്പം ലഅല്ലക ബിഹൈരി, നിങ്ങൾക്ക് സുഖമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്ത മുദരിസ് അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ, അല്ലാഹുവിന് സ്തുതി. വകൈഫ ഹാലുക അൻത യാ ഹാഷിമു. വകൈഫ ഹാലുക അൻത യാ ഹാഷിം പറഞ്ഞാൽ എന്താണ്? ആൻഡ് വാട്ട് അബൌട്ട് യു, നിനക്ക് എങ്ങനെയുണ്ട്, നിന്റെ അവസ്ഥ എന്താണ്? അപ്പൊ എന്താ പറയണത്? അന ഉഹിബ്ബുക കസീറൻ, യാ ഹാഷിമു, ഞാൻ നിന്നെ ധാരാളം സ്നേഹിക്കുന്നു. അന ഉഹിബ്ബുക കസീറൻ യാ ഹാഷിമു, ഞാൻ നിന്നെ ധാരാളം സ്നേഹിക്കുന്നു. ഇന്നക താലിബുൻ ദക്കിയ്യുൻ. ഇന്നക താലിബുൻ ദക്കിയ്യുൻ. ഇവിടെ എന്താ അർത്ഥം വരാം? ഇന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഇവിടെ നമ്മൾ ഇന്നന്റെ രണ്ടാമത്തെ പ്രയോഗമാണ് പഠിക്കുന്നത്. അപ്പൊ ഇവിടെ ഇന്നന്റെ കൂടെ എന്താ ചേർന്ന് വന്നത്? ഇവിടെ സർവനാമം. സർവനാമം ചേർന്ന് വന്നു. അപ്പൊ എന്താണ്? സർവനാമം ചേർന്ന് വന്നാൽ ഒന്നും പേടിക്കാനില്ല, അത് അങ്ങനെയാണ്, വേറെ ഒന്നും നോക്കില്ല. ഇന്നക്ക് ശേഷം വരുന്ന സർവനാമാണ് എന്ത്? ഇന്നന്റെ ഇസ്മ. ഇന്നക്ക് ശേഷം വരുന്ന അതിന്റെ കൂടെ ചേർന്ന് വരുന്നതാണ് എന്ത്? ഇന്നന്റെ ഇസ്മ. അതിന്റെ ശേഷം വരുന്നത് അതിന്റെ ഹബറും, ഇന്നന്റെ ഹബറും. അപ്പൊ ഇവിടെ ഇന്നക താലിബുൻ ദക്കിയുൻ. ഇന്നക താലിബുൻ ദക്കിയും പറഞ്ഞാൽ എന്താണ്? തീർച്ചയായും നീ ബുദ്ധിമാനായ വിദ്യാർത്ഥിയാകുന്നു. അപ്പൊ ഇവിടെ എങ്ങനെയാണ് വരാ? ഇന്നക താലിബുൻ ദക്കിയും പറഞ്ഞ ഇവിടുത്തെ നിയമം എന്താണ്? ഇസ്മ ഇന്നക. ഇന്നന്റെ ഇസ്മക്ക, അതായത് സർവനാമം. പിന്നെ താലിബ് എന്നുള്ളത് എന്താണ്? ഖബർ. ഇന്നന്റെ ഹബർ. ദക്കിയു എന്നുള്ളത് എന്താണ്? വിശേഷണം. ഏതിന്റെ വിശേഷണം? താലിബിന്റെ. താലിബിന്റെ വിശേഷം. ദക്കിയോൻ പറഞ്ഞ ഇന്റലിജന്റ്, ബുദ്ധിമാൻ, ബുദ്ധി കൂർമ്മതയുള്ള. അപ്പൊ എന്താ? താലിബിന്റെ വിശേഷനാണ് എന്ത്? ദക്കിയെ. അപ്പൊ അതിന് ശേഷം ഇട്ട വാവ് വരുന്നതും എന്താണ്? അതിന്റെ വിശേഷമാണ്. അപ്പം താലിബിന് എന്തൊക്കെ വരുന്നു അതൊക്കെ എന്തിനു വരും? മുജ്തഹിദിനും വരും. കാരണം എന്താണ്? താലിബിന്റെ വിശേഷനാണ് എന്ത്? ദക്കിയുനോ മുജ്തഹിദുനോ. അപ്പൊ വാ ഇട്ട് ചേർന്ന് വെച്ചിട്ട് അതിനൊരു മാറ്റം സംഭവിക്കൂല. അപ്പൊ താലിബിന് എന്തൊക്കെ വരുന്നു അതൊക്കെ മുജ്തഹിദിനും വരുന്നു. അപ്പം മുജ്തഹിദുൻ, മുജ്തഹിദിന്റെ അർത്ഥം എന്താ? അവൻ പരിശ്രമശാലിയാണ്. അതായത് ഇന്നൊക്കെ താലിബുൻ ദക്കി, ഇനിയ ബുദ്ധിമാനായ വിദ്യാർത്ഥി. മുജ്തഹിദുൻ, പരിശ്രമശാലിയുമാണ്. വദൂ ഖുലുഖിൻ. പറഞ്ഞ എന്താ? ഹുലുക്ക് പറഞ്ഞ എന്താണ്? നല്ല. അപ്പൊ ഇവിടെ എന്താണ്? സ്വഭാവം എന്നാണ്. അപ്പൊ ദൂ വന്നാൽ എന്താണ്? നല്ല സ്വഭാവം ഉള്ളവൻ, ഉള്ള എന്നുള്ള അർത്ഥം കിട്ടും. അപ്പൊ എന്താണ്?
നല്ല സ്വഭാവമുള്ളവനുമാകുന്നു. അപ്പൊ ഇവിടെ എന്തുകൊണ്ട് ഹുലുക്കിന് ചെറു വന്നത്? മുദാഫിലാഫി ആയിട്ട് ആ മുദാഫിലേക്ക് ദൂ വന്നതിനോണ്ട് എന്താണ് അതിന് ശേഷമുള്ളതിന് എന്ത് വേണം? ചെറു കൊടുക്കണം. അതുകൊണ്ട് ഇത് വന്നു. പക്ഷെ ഇതെന്താണ്? ഇതിന്റെ വിശേഷണാണ്. ഇന്നൊക്കെ തോലിബും തെക്കീൻ വ മുസ്തൈദും വ ദൂ ഹുലുക്കിൻ, അവൻ നല്ല സ്വഭാവമുള്ളവനുമാകുന്നു. അപ്പൊ ദൂ എന്നുള്ളതിന്റെ ഇതിന്റെ മുഅന്നസാണ് എന്ത്? സാത്ത് ഇതിന്റെ ബഹുവചനം എന്താണ്? ഇതിന്റെ ബഹുവചനം എന്താണ്? ദവു. ഇങ്ങനാണ് ഇതട്ടോ. ദവു. ഇതിന്റെ ബഹുവചനം ദവാത്തു. ദൂ മുദക്കറാണ്, അതിന്റെ മുഅന്നസാണ് ദാത്ത്. ദൂ എന്നുള്ളതിന്റെ ബഹുവചനം ദവു എന്നും ദാത്ത് എന്നുള്ളതിന്റെ ബഹുവചനം ദവാത്തു എന്നും. മനസ്സിലായില്ലേ? നോട്ട്സ് ഇല്ലാത്തവർക്ക് ഞാൻ നോട്ട്സ് അയച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ജസ്റ്റ് പറഞ്ഞു. മാം ഞാനൊന്ന് ചോദിക്കട്ടെ, വേറെ ഗ്രൂപ്പ് ഉണ്ടോ ഇതില്? ഇല്ല, ഇതന്നെ ഉള്ളൂ. ഇതന്നെ. നമ്മള് പുതിയതായോണ്ട് അറിയില്ല. സെമ്മ 1 ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ സെമ്മ 2 തുടങ്ങിയപ്പോ സെമ്മ 2 മാത്രമായിട്ട് വേറെ ഗ്രൂപ്പ് ഇല്ല. ഇനി നോട്ട്സ് ഒക്കെ ഇതിൽ തന്നെ എനിക്ക് അയക്കാം. അപ്പൊ ഞാൻ അതിലില്ലാലോ. സെം ഏതില്? 1 ഞാൻ സെമ്മ 1 നിങ്ങൾ ചേർന്നിട്ടില്ലല്ലോ. ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ഇല്ലാത്ത. അപ്പൊ എന്നെ ആഡ് ചെയ്യോ ഇതില്? അല്ല, അതിലിനി ചേരണ്ട. അതിലിനി നോട്ട്സ് ഒന്നും അയക്കൂല. ഇനി പുതിയ ഗ്രൂപ്പിലാണ് നോട്ട്സ് അയക്കുക. അതെ. അതിലിനി ഒന്നും അയക്കൂല. ഇനിയിപ്പോ നിങ്ങളിപ്പോ B7 സെമ്മ 2 ഗ്രൂപ്പിലാണ് എല്ലാം അയക്കുക. അതിൽ ആഡ് ആക്കണോ അല്ലെ എന്നെ? ഏതില്? സെമ്മ 1 ഗ്രൂപ്പിൽ ഇനി നോട്ട്സ് ഒന്നും ഉണ്ടാവൂല. ഇനിയിപ്പോ സെമ്മ 2 നോട്ട്സ് ഫുള്ള് സെമ്മ 2 പുതിയ ഗ്രൂപ്പിലാണ് ഉണ്ടാവുക. അപ്പൊ അതിന് സെമ്മ 1 ആവശ്യമില്ല ഇനി. അതെ. സെം 2 ഞാനുണ്ടോ ഇപ്പൊ ഉള്ള ഇതില്? നിങ്ങളെ പേരെന്താണ്? ഹഫീലാണ്. ആരപ്പ ചോദിച്ചത്? ഹലോ, അസൈൻമെന്റിന് ഒരു ഗ്രൂപ്പ് തന്നെയല്ലേ ഉള്ളൂ? അസൈൻമെന്റിന് ഒന്നും ഗ്രൂപ്പ് ഇല്ല. ഇനിയൊക്കെ ഒരു നമ്പർ തരും, അതിലേക്കാണ് നിങ്ങൾ അസൈൻമെന്റ് എല്ലാം അയക്കേണ്ടത്. ഇപ്പൊ ഗ്രൂപ്പിൽ ഇല്ലാന്ന് പറഞ്ഞത് ആരാണ്? ഞാന് ഹഫീല. നിങ്ങളിപ്പോ ഗ്രൂപ്പിൽ ആഡ് ആക്കി ഞാൻ കണ്ടിക്കണല്ലോ. നേരത്തെ ആഡ് ആക്കിയിട്ടുണ്ടല്ലോ. നിങ്ങളെ ആഡ് ആക്കിയിട്ടുണ്ട്. കയറാൻ പറ്റും. അപ്പൊ അല്ല, ഗ്രൂപ്പിലില്ലെങ്കിൽ കയറാൻ പറ്റുമോ? അല്ല, നിങ്ങൾക്ക് അപ്പൊ ലിങ്ക് എങ്ങനെ കിട്ടി? നിങ്ങൾക്ക് ഓഫീസിൽ നിന്ന് അയച്ചെന്നുണ്ടാവില്ല ലിങ്ക്? അതെ ഓഫീസിൽ നിന്ന് അയച്ചു തന്നതാ. നിങ്ങളെ ഗ്രൂപ്പ് ഉണ്ട് B7 സെമ്മ 2 കമ്മ്യൂണിക്കേറ്റ് അറബിക്ക് പറഞ്ഞിട്ട് ഉണ്ടല്ലേ. ഓക്കെ. അപ്പൊ നോട്ട്സ് എല്ലാം അതിൽ കിട്ടുമല്ലോ അല്ലെ? നോട്ട്സ് എല്ലാം അസൈൻമെന്റിന് എല്ലാം അതിലേക്കാണ് എല്ലാം പറയാ. അപ്പൊ നിങ്ങൾ അസൈൻമെന്റ് അയക്കുന്ന നമ്പറിലേക്ക് അയച്ചാൽ മതി. നമ്പർ ഗ്രൂപ്പിൽ അയക്കും, അതിലേക്ക് അയച്ചാൽ മതി. ഓക്കെ, ഇൻഷാല്ലാ. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് അമ്മിന്റെ പ്രയോഗമാണ്. ഇവിടെ എന്താണ്? ദൂഹുലിക്കിൻ അമ്മിൻ പാകിസ്ഥാന അന്ത അമ്മിനൽ ഹിന്ദിയ ഹാഷിമു. അമിൻ പാകിസ്ഥാന അന്ത മിനൽ ഹിന്ദിയ ഹാഷിമു പറഞ്ഞാൽ എന്താ അർത്ഥം? പാകിസ്ഥാനിൽ നിന്നാണോ? അമിൻ പാകിസ്ഥാന അന്ത വെച്ചാൽ എന്താ? നീ പാകിസ്ഥാനിൽ നിന്നാണോ? അതല്ല മിന്നൽ ഹിന്ദിയ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നാണോ? അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഇങ്ങനെ ഒന്നാമത് ഇവിടെ അമ്മിൽ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ നേരത്തെ അമ്മിന്റെയും അവിന്റെയും ഇത് പറഞ്ഞു, അത് ഡിഫറെന്റ് സിറ്റുവേഷനിലാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അമ്മ എന്ന് ഉപയോഗിക്കേണ്ട ഏതിലാണ്? ഒരു ഇന്ററോഗേറ്റീവ് സെന്റൻസിൽ, അഥവാ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കില്ല, ചോദ്യം ചോദിക്കുന്ന സെന്റൻസിലാണ് എന്ത് ഉപയോഗിക്കുക? എന്ന് ഉപയോഗിക്കുക. പറഞ്ഞാൽ ഓർ. അതായത് നമ്മൾ ചോദ്യം ഇവിടെ എന്താണ്? അമിൻ പാകിസ്ഥാൻ അന്ത മിനൽ ഹിന്ദി പറഞ്ഞാൽ എന്താണ്? അതൊരു സെന്റൻസ് പറഞ്ഞ ചോദ്യമല്ല. ഒരു ചോദ്യം ചോദിക്കല്ല ഹാഷിമിനോട്, നീ പാകിസ്ഥാനിൽ നിന്നാണോ അതോ ഇന്ത്യയിൽ നിന്നാണോ എന്ന് ചോദിക്കുന്നത് ഒരു ചോദ്യമല്ല. അപ്പോൾ ചോദ്യത്തിലാണ് എന്ത് ഉപയോഗിക്കുക? ചോദ്യം ചോദിക്കാൻ ഉപയോഗിക്കുന്ന സെന്റൻസിലാണ് എന്ത് ഉപയോഗിക്കുക? എന്ന് ഉപയോഗിക്കുക. മറ്റേ സെന്റൻസ് ചോദ്യം ചോദിക്കാത്ത സെന്റൻസിലാണ് എന്ത് ഉപയോഗിക്കുക?
ഔ ഉപയോഗിക്കുക. ഉദാഹരണം പറഞ്ഞാല് ഹറജ ബിലാലുൻ ഔ ഹാമിദുൻ. ബിലാലും ഹാമിദും എന്ത് ചെയ്ത് പുറത്തേക്ക് പോയി. അതെന്താണ്? അത് സെന്റൻസ് ചോദ്യമാണോ? ഇല്ല. അല്ല. അപ്പൊ ഇല്ല, അങ്ങനത്തെ സെന്റൻസിലാണ് ചോദ്യമല്ല. എന്ത് ഉപയോഗിക്കുക? രണ്ടിന്റെ അർത്ഥം സെയിം ആണ്, പക്ഷെ അന്ന് ഉപയോഗിക്കൽ എന്തിന്റെ കൂടാണ്? ചോദ്യം ചോദിക്കും. ചോദ്യം ചോദിക്കുന്നതിന്റെ കൂടാണ് ഔന്ന് ഉപയോഗിക്കല് മറ്റേ സെന്റൻസ്, ചോദ്യം അല്ലാത്ത സെന്റൻസിലും. പിന്നെ രണ്ടാമത്തെ കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിവിടെ ഏതാണ് ചോദ്യം ചോദിക്കുന്നതിൽ രണ്ട് കാര്യമല്ലേ ചോദിക്കുന്നത്? പാകിസ്ഥാനിൽ നിന്നാണോ ഇന്ത്യയിൽ നിന്നാണോ? അല്ലേ? അപ്പൊ നിങ്ങൾ ചോദിക്കും, അപ്പൊ നിങ്ങളതിൽ ഒരു കൺഫ്യൂഷൻ ആണ്, ആ അൻത മിൻ പാകിസ്ഥാനാന്ന് ചോദിച്ചാലും ശരിയല്ലേന്ന്. നിങ്ങളെ മനസ്സിൽ അങ്ങനെ ഉണ്ടാവോ അറിയില്ല, എന്നാലും ഞാൻ കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടി പറയാണ്. അപ്പൊ ഒരിക്കലും എന്ത് വെക്കില്ല, അങ്ങനെ ചോദിക്കൂല. നമ്മളെന്താണ് ഈ രണ്ട് കാര്യങ്ങളാ ചോദിക്കരുത്, പാകിസ്ഥാനും ഇന്ത്യയാണ്. അപ്പൊ നമ്മൾ ആ രണ്ട് കാര്യത്തിൽ എന്തെങ്കിലും ആയിരിക്കണം എന്ത് ചോദ്യം ചോദിക്കുന്നതിന്റെ ഫസ്റ്റ് പാർട്ട് വരുന്നത്. അതായത് ഇവിടെ ഒന്ന് പാകിസ്ഥാനോ ഇന്ത്യയാണ്, അതാണോ ഇതല്ലേ ചോദിക്കുന്നത്? എന്താണ്? പാകിസ്ഥാനോ ഇന്ത്യയാണ്. അപ്പൊ അതിൽ ഒരു ഭാഗമായിരിക്കണം എന്ത് ആ ചോദ്യത്തിന്റെ ഫസ്റ്റ് വരേണ്ടത്. ഓക്കെ, മനസ്സിലായി? കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല. ഇപ്പൊ നിങ്ങളിപ്പോ ആ അൻത മിൻ പാകിസ്ഥാന ആ സെന്റൻസ് ശരിയല്ല. അത് നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് ശരിയായി തോന്നുമെങ്കിൽ എന്താണ് അതിന്റെ സ്ട്രക്ചർ ശരിയല്ല. കാരണം എന്താണ്? നമ്മളിവിടെ ചോദിക്കുന്ന രണ്ട് കാര്യം എന്താണ്? ഒന്ന് പാകിസ്ഥാനോ ഒന്ന് ഹിന്ദു ആണ്. അപ്പൊ ഈ പാകിസ്ഥാനും ഇന്ത്യയാണ് ചോദിക്കുക. അപ്പൊ ഈ ഇന്ററോഗേറ്റീവ് സെന്റൻസ് അഥവാ ചോദ്യം ചോദിക്കുന്നതിന്റെ ശേഷമായിരിക്കണം ഈ ചോദ്യം ചോദിക്കുന്നതിന്റെ ശേഷം നിർബന്ധമായിട്ട് എന്ത് വേണം? ഈ ചോദിക്കുന്നതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരു കാര്യം ഫസ്റ്റ് വരണം. അപ്പൊ അതാണ് ഇവിടെ കൊടുത്തത്. ഇതാണ് ശരിക്കും സ്ട്രക്ചർ. പിന്നെ നമ്മൾ എന്താണ് ഹർഫുൽ ജർ പ്രപ്പോസിഷൻ വെക്കുകയാണെങ്കിൽ ആ പ്രപ്പോസിഷനിൽ വെച്ച് കഴിഞ്ഞിട്ട് വേണം ഇത് വെക്കാൻ. അല്ലാതെ പ്രപ്പോസിഷൻ ഇത് കഴിഞ്ഞിട്ടല്ല വരുന്നത്. ഇതിന്റെ മുമ്പ് എന്ത് വരുന്ന പ്രപ്പോസിഷൻ ഉണ്ടെങ്കിൽ പാകിസ്ഥാനിൽ നിന്നാണോ എന്ന് ചോദിക്കുമ്പോ അവിടെ മിന്ന് വരണ്ടേ? മിന്നാണോ? ആർ യു ഫ്രം പാകിസ്ഥാൻ? ആ ഫ്രം വരണമെങ്കിൽ അവിടെ മിന്നുള്ള അർത്ഥം വരണം. അപ്പം ഈ ചോദ്യത്തിന്റെ മുമ്പ് പ്രപ്പോസിഷൻ അഥവാ ഹുറൂഫുൽ ജറിൽ വരുന്നത് എന്തെങ്കിലും വരണം. ചോദ്യം ചോദിക്കുന്നതിൽ അങ്ങനത്തെ ഒരു മീനിങ് ഉണ്ടെങ്കിൽ അതിനുശേഷം നമ്മൾ എന്ത് വേണം? ഈ രണ്ട് ചോദിക്കുന്നതിൽ ഒരു കാര്യത്തിൽ ഏതെങ്കിലും ഒന്നായിരിക്കണം ഫസ്റ്റ് വരുന്നത്, അല്ലാതെ മറ്റൊന്നും അതിനു മുമ്പ് വരാൻ പാടില്ല. അപ്പൊ എന്താണ് ഇവിടെ എന്താ പാകിസ്ഥാന് കസറ് വരാത്ത? മിന്നു വന്നാൽ കസറല്ല വരേണ്ടത്. കിസ്റ് സ്വീകരിക്കാത്ത പാകിസ്ഥാൻ എന്താണ് നോൺ അറബിക് നെയിം ആണ്, അതുകൊണ്ട് കസറ് സ്വീകരിക്കൂല. അത് കസറിന് പകരം എന്താണ് ഫത്തഹാണ് ഉപയോഗിക്കാം. ആ മിനൽ ഹിന്ദി യാ ഹാഷിമു. അടുത്ത ഹാഷിമ്, ഇന്നി മിനൽ ഹിന്ദി. ഞാൻ എവിടുന്നാണ്? തീർച്ചയായും ഞാൻ മിനൽ ഹിന്ദി, ഇന്ത്യയിൽ നിന്ന്. അപ്പൊ ഇവിടെ ഇന്നന്റെ കൂടെ ഏത് സർവനാമ ചേർന്ന് വന്നത്? അന. അന. അന എന്നാണ് ചേർന്ന് വന്നത്. ഇന്നി തീർച്ചയായും ഞാൻ മിനൽ ഹിന്ദ്, ഇന്ത്യയിൽ നിന്നാണ്. അപ്പൊ ഇന്ന പ്ലസ് അന ആണ് എന്ത്? ഇന്നി. ഇന്നനി പറഞ്ഞാലും ശരിയാണ്. ഇന്നനി, ഇന്നി എന്നും പറയാ, ഇന്നനി പറയാ. തീർച്ചയായും ഞാൻ എന്നുള്ളതിന് ഇന്നി എന്നും പറയാം, ഇന്നനി എന്നും പറയാം. അടുത്തത് വസമീലുക അല്ലദീ ഖറജ മഅക അൽ ആന മിനൽ ഫസ്ലി. വസമീലുക നിന്റെ കൊളീക്ക്, അല്ലദീ നിന്റെ കൊളീക്കായ, അല്ലദീ ഖറജ പുറപ്പെട്ടവനായ, മഅക അല്ലദീന്റെ അർത്ഥം എന്താണ്? ദ വൺ ഹു, ഒരുവനായ. വസമീലുക അല്ലദീ ഖറജ നിന്റെ കൂടെ പുറപ്പെട്ടവനായ നിന്റെ കൂട്ടുകാരൻ, മഅക നിന്നോടൊപ്പം, അൽ ആന ഇപ്പോൾ, മിനൽ ഫസ്ലി ക്ലാസ്സിൽ നിന്ന്. ആ ഹുവ ഐലൻ മിനൽ ഹിന്ദി അവനും ഇന്ത്യയിൽ നിന്നാണോ? ആ ഹുവ ഐലൻ മിനൽ ഹിന്ദി അവനും ഇന്ത്യയിൽ നിന്നാണോ? അപ്പൊ ഇവിടെ ഐലൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾസോ. ഈസ് ഈ ഓൾസോ ഫ്രം ഇന്ത്യ, അവൻ ഇന്ത്യയിൽ നിന്നാണോ? അപ്പൊ എന്താണ് ഇവിടെ? ഹാഷിമ്, ല അല്ല, ഇന്നഹു മിൻ പാകിസ്ഥാന അല്ല, അവൻ പാകിസ്ഥാനിൽ നിന്നാണ്. അപ്പൊ ഇന്ന പ്ലസ് ഹുവ ആണ് എന്ത്? ഇന്നഹു. ഇന്നന്റെ ഇസ്മാണ് എന്ത്? ചേർന്ന് വന്ന സർവനാമം ഇന്നഹു. ഇന്ന പ്ലസ് ഹുവ ആണ് ഇന്നഹു. ല അല്ല, ഇന്നഹു മിൻ പാകിസ്ഥാന അല്ല, അവൻ പാകിസ്ഥാനിൽ നിന്നാണ്. അൽ മുദരിസു ഇന്ന സാഅത്തക
ഇനിയിപ്പോ നമ്മളിപ്പോ ഇതുവരെ പഠിച്ചത് എന്താണ്? ഇന്ന ഒരു സർവനാമത്തിന്റെ കൂടെ ചേർന്ന് വരുമ്പോഴുള്ളതാണ് പഠിച്ചത്. അടുത്തത് പഠിക്കാൻ പോകുന്നത് എന്താണ്? ഇന്ന ഒറ്റക്ക് വരുമ്പോഴുള്ള പ്രയോഗമാണ് പഠിക്കുന്നത്. ഇന്ന സാഅത്തക ജമീലത്തുൻ യാ ഹാഷിമോ. അപ്പൊ ഇവിടെ എന്ത് മാറ്റങ്ങൾ കണ്ടത്? ഇന്ന വന്നപ്പോ എന്ത് നൗണിന് അടുത്ത് വരുന്ന ഇന്നയ്ക്ക് ശേഷം വരുന്ന നാമത്തിന് നസ്ബ് ചെയ്തു. എവിടെ നസ്ബ് ചെയ്ത്? ഏത് അക്ഷരത്തുമല്ല നസ്ബ് ചെയ്തത്? സാഅത്തക. ആ കാ എന്നുള്ളത് എന്താണ്? ചേർന്ന് വന്ന സർവനാമാണ്. പക്ഷെ അതെന്തല്ല ഇന്നന്റെ ഇസ്മല്ല. ഇന്നന്റെ ഇസ്മ ഏതാണ്? സാഅത്ത് എന്നുള്ളതാണ്. അപ്പൊ ഇന്ന വന്നത് കൊണ്ട് സാഅത്തിന് എന്ത് ചെയ്ത്? നസ്ബ് ചെയ്തു. അവിടെ ഇനി ഇന്ന വന്നില്ലെങ്കിൽ എങ്ങനെ വായിക്കാം? അവിടെ ഇന്ന ഇല്ലാതെ വിചാരിക്കാം. അപ്പൊ എങ്ങനെ വായിക്കാം? സാഅത്തുക ജമീലത്തുൻ. ഇവിടെ എന്താണ്? ഇന്ന വന്നതിനോണ്ട് ഇന്ന സാഅത്തക ജമീലത്തുൻ യാ ഹാഷിമു. തീർച്ചയായും നിന്റെ വാച്ച് ഭംഗിയുള്ളതാകുന്നു. അമിനൽ യാബാനി ഹിയ. അമിനൽ യാബാനി ഹിയ പറഞ്ഞ എന്താണ്? ഇത് ജപ്പാനിൽ നിന്ന്. അത് ജപ്പാനിൽ നിന്നുള്ളതാണോ? അപ്പൊ ഇവിടെ ഹിയ വരാൻ കാരണം എന്താണ്? ഹിയ സാത്ത് ഫീമെയിൽ. സാത്ത് ഫീമെയിൽ ആയതുകൊണ്ടാണ് എന്ത് വന്നത്? ഹിയ വരാൻ കാരണം. അമിനൽ യാബാനി ഹിയ, അത് ജപ്പാനിൽ നിന്നാണോ? അപ്പൊ ഹാഷിമ് ലാ അല്ല. ഇന്നഹ മിനൽ ഹിന്ദി അല്ല, അത് ഇന്ത്യയിൽ നിന്നാണ്. അപ്പൊ ഇവിടെ ഇന്ന പ്ലസ് ഹിയ ആണ് എന്ത്? ഇന്നഹ. ഇന്ന പ്ലസ് ഹിയ ഇന്നഹ. അപ്പൊ ഇവിടെ ഈ ഇന്നഹ എന്ന് സൂചിപ്പിക്കുന്നത് ഏനാണ്? ആ ഹാ വന്നത് എന്താണ്? എന്തുകൊണ്ട്? സാഅത്ത് ഫീമെയിൽ ആയതുകൊണ്ട് ഇന്നഹ. ഇന്നഹ സാഅത്ത് ഫീമെയിൽ ആയതുകൊണ്ട് ഇന്നഹ വന്നു. ലാ ഇന്നഹ മിനൽ ഇന്ത്യ അല്ല, അത് തീർച്ചയായും അത് പാകിസ്ഥാനി അല്ല, ഇന്ത്യയിൽ നിന്നാണ്. അൽ മുദരിസു ആ ആലിയത്തുൻ ഹിയ അം റഹീസത്തുൻ. ആ ആലിയത്തുൻ പറഞ്ഞ എന്താണ്? ആ ആലിയത്തുൻ ഹിയ അം റഹീസത്തുൻ. ആ ആലിയത്ത് പറഞ്ഞാൽ എന്താണ്? എക്സ്പെൻസീവ്, കോസ്റ്റ്ലി, വില കൂടിയ, വിലപിടിപ്പുള്ളതാണോ? അത് വിലപിടിപ്പുള്ളതാണോ? അം റഹീസത്തുൻ, അതോ ചീപ്പാണോ? ചീപ്പ് പറഞ്ഞാല് വില കുറഞ്ഞതാണോ? അപ്പം ഇവിടെ എന്തുകൊണ്ട് ആലിയത്തിന് വരാൻ കാരണം? ഇവിടെ എക്സ്പെൻസീവ് ആണെന്ന് ചോദിക്കുന്നത് എന്താണ്? സാഅത്തിനാണ്. സാഅത്ത് ഫീമെയിൽ ആയതുകൊണ്ട് ആലിയത്ത്. ഇനി ഇവിടെ അത് ഇതാണെങ്കിലോ, മസ്കുലിൻ ആണെങ്കിലോ, മെയിൽ ആണെങ്കിലോ? മെയിൽ ആണെങ്കിൽ ഓലിൻ എന്നാണ് വരാം. അവിടുത്തെ യാഗ് കളയപ്പെടും. ഓലിൻ എന്നാണ് പറയാ. എന്തുകൊണ്ടാ കളയപ്പെടുന്നത് നിങ്ങൾ പിന്നെ പഠിക്കും. ഇപ്പൊ നിങ്ങൾ ഇത് പഠിച്ചാൽ മതി. ആലിയത്ത് എന്നുള്ളതിന്റെ മെയിൽ അഥവാ മസ്കുലിൻ എന്താണ്? ഓലിൻ എന്നാണ്. ഓലിൻ. അപ്പൊ റഹീസത്ത് എന്നുള്ളതിന്റെ എന്താ വരും മസ്കുലിന്? റഹീസുൻ. അത് എക്സ്പെൻസീവ് ആണോ അതോ ചീപ്പാണോ? ഇവിടെ നിങ്ങൾ കണ്ടില്ല. ഇവിടെ ചോദിക്കുന്നത് എന്താണ്? അതാണോ ഇതാണോ ചോദിക്കുന്നത് എന്താണ്? ആലിയത്തുൻ റഹീസത്തുനാണ്. അപ്പൊ അതില് ആലിയത്തുൻ ആ രണ്ട് കാര്യത്തിൽ ഒരു കാര്യം എന്ത് വേണം? ആ ക്വസ്റ്റ്യൻ ചോദ്യത്തിന്റെ വേർഡിന്റെ ശേഷം വരുന്നു. അപ്പൊ ഇവിടെ ആലിയത്തുൻ, അല്ലാതെ ആ ഹിയ ആലിയത്തുൻ അല്ല ചോദിക്കേണ്ടത്. ഇവിടെ രണ്ട് സംഗതി ഉണ്ടായിരുന്നോണ്ട് ചോദ്യത്തിന്റെ ആ ഹംസക്ക് ശേഷം എന്ത് വരണം? ആ രണ്ടിൽ ചോദിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യമായിരിക്കും അതിന്റെ ശേഷം വരേണ്ടത്. ഓക്കെ, ഇതാണ് കറക്റ്റ് സ്ട്രക്ചർ. അടുത്തത് ഹാഷിമ്. ഇന്നഹ റഹീസത്തുൻ ജിദ്ദൻ. തീർച്ചയായും അതെന്താണ്? വളരെ. ജിദ്ദൻ പറഞ്ഞാൽ എന്താണ്? വളരെ പറഞ്ഞാൽ എന്താണ്? വെരി. നമ്മള് മുമ്പ് പഠിച്ചതാണ് വെരി. ഇറ്റ് ഈസ് വെരി ചീപ്പ്. ഇൻഡീഡ് ഇറ്റ് ഈസ് വെരി ചീപ്പ്. അപ്പൊ ജിദ്ദ് എന്നുള്ളതിന്റെ അതെന്താണ്? ജിദ്ദ് എന്നുള്ളത് ഇങ്ങനെ തന്നെയാണ് വരാം. അത് സ്ഥാനത്തിനനുസരിച്ച് എന്ത് ചെയ്യാൻ മാറൂല. ജിദ്ദിനോ ജുദ്ദനോ ഒന്നും ആവൂല. ജിദ്ദൻ എന്നാണ് വരാം. ഇന്നഹ റഹീസത്തുൻ ജിദ്ദൻ. ഇൻഡീഡ് ഇറ്റ് ഈസ് വെരി ചീപ്പ്. അടുത്തത് അനിമിയാത്ത് എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. ചിലര് ഇങ്ങനെ എഴുതും, ഇങ്ങനെ എഴുതും, പിന്നെ ഇങ്ങനെ എഴുതും. നിങ്ങൾ ഇതിൽ ഏതുപോലെ എഴുതാ? രണ്ടാമത്തെ. ഇങ്ങനെ ഇവിടെ ഹംസ എന്നിട്ട് എഴുതരുതേ, അത് തെറ്റാണ്. ഹംസ ഇടാതാണ് എഴുതേണ്ടത്. ഇത് എഴുതലുണ്ട്, പക്ഷെ കറക്റ്റ് സ്ട്രക്ചർ ഏതാണ്?
മിയത്ത് ഇങ്ങനെ എഴുതലുണ്ട്, പക്ഷെ കറക്റ്റ് ആയിട്ട് എഴുതേണ്ടത് രണ്ടാമത്തെ ഇതാണ്. ഈ രൂപത്തിലാണ് എഴുതേണ്ടത്. ഓക്കെ. പിന്നെ മിയത്ത് എഴുതുമ്പോ ഇവിടെ, പക്ഷെ അത് ഇവിടെ 8ൽ ഉണ്ടെങ്കിലും നമ്മൾ ഈ അലിഫ് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുമോ? നമ്മൾ പറയുമ്പോ പ്രൊനൗൺസ് ചെയ്യാൻ പറ്റൂല. ഇല്ല, പറ്റൂല. മിയത്ത് എന്നാണ് പറയുന്നത്, പക്ഷെ 8ൽ അവിടെ അലിഫ് ഇടണം. പക്ഷെ നമ്മൾ ഉച്ചരിക്കുമ്പോ പ്രൊനൗൺസ് ചെയ്യാൻ പറ്റൂല. അടുത്തത് ഇന്നഹാ ബി മിഅത്തി റൂബിയത്തിൻ ഫഖത്ത്. ഇന്നഹാ ബി മിഅത്തി റൂബിയത്തിൻ ഫഖത്ത് പറഞ്ഞ എന്താണ്? തീർച്ചയായും അതെന്താണ്? ബി മിഅത്തി റൂബിയത്തിൻ 100 രൂപയാണ്. ഫഖത്ത്, ഓൺലി. ഓൺലി. ഫഖത്ത് എന്നുള്ളതിന്റെ അർത്ഥം ശരിക്കും തീരെ. കത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? തീരെ എന്നാണ് അർത്ഥം. പക്ഷെ ഇവിടെ നമ്മള് ചെക്കിലൊക്കെ നിങ്ങൾ ബാലൻസ് ചെയ്തുമ്പോ പൈസ എഴുതുമ്പോ കാണില്ല 100 rupees ഓൺലി. നമ്മള് പൈസന്റെ കൂടെ എഴുതുമ്പോ ഓൺലി എന്നല്ലേ എഴുതാ. അതുകൊണ്ട് അപ്പൊ ഇവിടെ എന്താണ്? ഓൺലി എന്നുള്ള അർത്ഥമാണ്. ഇന്നഹാ ബി മിഅത്തി റൂബിയത്തിൻ ഫഖത്ത്. അതിന് എന്താണ്? 100 രൂപ മാത്രമേ ഉള്ളൂ. അൽ മുദരിസ് കം അഹൻ ലക യാ ഹാഷിമു. കം അഹൻ ലക യാ ഹാഷിമു. ഇവിടുത്തെ അർത്ഥം നിങ്ങൾ പറഞ്ഞേരി ആരെങ്കിലും ഒരാള്. കം അഹൻ ലക യാ ഹാഷിമു. എനിക്ക് എത്ര സഹോദരന്മാരുണ്ട്? സഹോദരന്മാരുണ്ട്. സഹോദരനുണ്ട് എന്നാണ്. നിനക്ക് എത്ര സഹോദരനുണ്ട് എന്നാണ്, സഹോദരന്മാരുണ്ട് എന്നാണ് പറയേണ്ടത്. കാരണം നമ്മൾ മുമ്പ് പഠിച്ചതാണ് കമ്മിന് ശേഷം വരുന്നത് എന്തായിരിക്കണം? ഏകവചനായിരിക്കണം. പിന്നെ എന്തായിരിക്കണം? നെസ്ബ് ആയിരിക്കണം. പിന്നെ കമ്മിന് ശേഷം വരുന്നത് ഏകവചനാണെങ്കിലും നമ്മൾ അതിന്റെ അർത്ഥം പറയേണ്ടത് എങ്ങനെയാണ്? ബഹുവചനായിട്ടാണ്. അഥവാ ഇവിടെ ഏകവചനായിട്ടാണ് വന്നത് അല്ലേ? പക്ഷെ നമ്മള് അർത്ഥം പറയുമ്പോ എന്താ പറയേണ്ടത്? ബഹുവചനാക്കിയിട്ടാണ് പറയേണ്ടത്. കം അഹൻ ലക യാ ഹാഷിമു. നിനക്ക് എത്ര സഹോദരന്മാർ ഉണ്ട്? ബഹുവചനായിട്ടാ പറയേണ്ടത്. അപ്പൊ ഹാഷിം പറയാണ് ലീ സലാസത്തു ഇഹ്വത്തിൻ. എനിക്ക് എത്ര സഹോദരന്മാരുണ്ട്? ലീ എനിക്കുണ്ട്. സലാസത്തു ഇഹ്വത്തിൻ 3 സഹോദരന്മാരുണ്ട്. അപ്പൊ ഇവിടുത്തെ നിയമം എന്താണ്? അതത് മാദൂദാണ്. ഇവിടുത്തെ നിയമം എന്താണ്? 3 മുതൽ 10 വരെ ഉള്ളത് അതത് പുല്ലിംഗാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതത് പുല്ലിംഗാണെങ്കിൽ അതിന്റെ മാദൂദ് എന്തായിരിക്കണം? സ്ത്രീലിംഗായിരിക്കണം. അതത് സ്ത്രീലിംഗാണെങ്കിൽ അതിന്റെ മാദൂദ് എന്തായിരിക്കണം? പുല്ലിംഗായിരിക്കണം. അപ്പൊ ഇവിടെ സലാസത്ത് എന്നുള്ളത് എന്തായിട്ടാ വന്നത്? സ്ത്രീലിംഗായിട്ടാണ് വന്നത്. അപ്പൊ ഇവിടെ യുഹത്ത് ശരിക്കും എന്താണ്? അഹുന്റെ ബഹുവചനാണ് എന്ത്? ഇഹ്വത്തുൻ. അപ്പൊ അഹുൻ എന്താണ്? സഹോദരനാണ്. അതിന്റെ ബഹുവചനാണ് സഹോദരന്മാർ. അപ്പൊ അവിടെ അവസാനം താവ് മർബൂത്ത് ഉണ്ട് വിചാരിച്ചിട്ട് അത് സ്ത്രീലിംഗാവൂല. ഈ ഇഹ്വത്ത് എന്നുള്ളത് എന്താണ്? പുല്ലിംഗാണ്. അപ്പൊ ഇവിടെ എന്താണ്? പുല്ലിംഗാണ്. അപ്പൊ ഇവിടെ സലാസത്ത് സ്ത്രീലിംഗായിട്ട് വന്നപ്പോ ഇഹ്വത്ത് പുല്ലിംഗായിട്ട് വന്ന്. ഇവിടെ താ ഉണ്ട് വിചാരിച്ചിട്ട് ഇത് സ്ത്രീലിംഗല്ല, ഇത് പുല്ലിംഗാണ് ഇഹ്വത്ത് എന്നുള്ളത്. പിന്നെന്താണ്? മജ്റൂർ ആയിരിക്കും അവസാനം, അഥവാ ഖിസ്ർ. അടുത്തത് അൽ മുദരിസ് അധ്യാപകൻ. അത്തുല്ലാബുൻ ഹും ചോദിച്ചാൽ എന്താണ്? നിങ്ങൾ വിദ്യാർത്ഥികളാണോ? എത്ര വിദ്യാർത്ഥികൾ? നിങ്ങളാണോ? അവർ എത്ര വിദ്യാർത്ഥികൾ? അവർ എത്ര? അവർ വിദ്യാർത്ഥികളാണോ? ആർ ദേ സ്റ്റുഡൻസ്? അവർ വിദ്യാർത്ഥികളാണോ? ഹാഷിം ലാ അല്ല. ഇന്നഹും തുജാറുൻ അല്ല, അവരെന്താണ്? ഇന്നഹും ഇൻഡീഡ് ദേ ആർ മെർച്ചന്റ്സ്. തീർച്ചയായും അവരെന്താണ്? കച്ചവടക്കാർ ആണ്. അപ്പൊ ഇവിടെ ഇന്ന പ്ലസ് ഹും ആണ് ഇന്നഹും. താജുറുൻ ജമ്മ തുജാറുൻ. അടുത്തത് കം ഉഖ്തൻ ലക. നിനക്ക് എത്ര സഹോദരിമാർ ഉണ്ട്? നിനക്ക് എത്ര സഹോദരിമാർ ഉണ്ട്? അപ്പൊ ഹാഷിമ് ലീ അർബഉ അഖവാത്തിൻ. എനിക്ക് 4 സഹോദരിമാർ ഉണ്ട്. അപ്പൊ ഇവിടെ അതത് പുല്ലിംഗായിട്ട് വന്നപ്പോ അതിന്റെ മാദൂദ് എന്തായി? സ്ത്രീലിംഗായിട്ട് വന്ന്. പിന്നെ അതിൽ വേറൊരു പ്രത്യേകത കൂടി നമ്മൾ പറയാൻ വിട്ടുപോയി. മാദൂദ് എപ്പോഴും എന്തായിരിക്കണം? മജ്റൂർ ആയിരിക്കണം. പിന്നെ അതിനോടൊപ്പം എന്തായിരിക്കണം? ബഹുവചനായിരിക്കണം. മാദൂദ് ബഹുവചനായിരിക്കണം, മജ്റൂർ ആയിരിക്കണം.
അടുത്തത് അൽ മുദരിസു അധ്യാപന. അഫിൽ ഹിന്ദി ഹുന്ന അൽ ആന. അവർ ഇപ്പോൾ ഇന്ത്യയിൽ ആണോ? ഇവിടെ ഹുന്ന വരാൻ കാരണം എന്താണ്? ഒത്ത് സ്ത്രീലിംഗം അഹ്വാത്ത് എന്താണ്? സ്ത്രീലിംഗം ആയതുകൊണ്ട് ഹുന്ന അഹ്വാത്തിനാണ് ഇവിടെ ചോദിക്കുന്നത്. അവരെന്താണ്? സഹോദരിമാർ ഇപ്പോൾ എന്താണ്? ഇന്ത്യയിലാണ്. അവർ ഇപ്പോൾ ഇന്ത്യയിലാണോ? അപ്പൊ ഹാഷിം ലാ അല്ല. ഇന്ന ഹുന്ന തീർച്ചയായും അവർ. ഇന്ന പ്ലസ് ഹുന്ന ആണ് ഇന്ന ഹുന്ന. ഇന്ന ഹുന്ന തീർച്ചയായും. ഹുന ഇവിടെയുണ്ട്. അവർ ഇവിടെയുണ്ട്. ബിൽ മദീനത്തിൽ മുനവ്വറത്തി എവിടെയുണ്ട്? മദീനയിലുണ്ട്. മാ അബി വ ഉമ്മി എന്റെ ഉപ്പയോടും ഉമ്മയോടൊപ്പം ഉണ്ട് അവർ ഇപ്പോൾ. ഓരിപ്പോ എവിടാണ്? എന്റെ ഉമ്മയോടും ഉപ്പയോടൊപ്പം ഇവിടെ മദീനയിലുണ്ട്. അൽ മുദ്ദരിസു ആ തോലിബാത്തുൻ ഹുന്ന. ആ തോലിബാത്ത് അവർ വിദ്യാർത്ഥിനികൾ ആണോ? തോലിബത്തുൻ ജമ്മ തോലിബാത്തുൻ. അവർ ഇപ്പോൾ അവർ വിദ്യാർത്ഥികളാണോ? ആർ ദേ സ്റ്റുഡൻസ്? അപ്പൊ ഹാഷിം എന്താ പറയണത്? ലാ അല്ല. ഇന്ന ഹുന്ന തീർച്ചയായും അവർ മുദരിസാത്തുൻ അധ്യാപകരാണ്, അധ്യാപികമാരാണ്. ബിൽ മദ്രസത്തിൽ സാനവിയത്ത് എവിടെ? സെക്കൻഡറി സ്കൂൾ. അവർ സെക്കൻഡറി സ്കൂളിലുള്ള അധ്യാപകരാണ്. പിന്നെ ഇവിടെ ഒരു കാര്യം പറയാൻ വിട്ടത്, നമ്മൾ ആലിന്ന് പറയുമ്പോൾ അതിന്റെ ശേഷമുള്ള എന്ത് വേണം? നമ്മൾ ആലിയത്തിന് പഠിച്ചില്ലേ? എക്സ്പെൻസീവ്. ആലിന്ന് പറയുമ്പോ അതിന്റെ ശേഷമുള്ള എന്ത് വേണം? ആലിന്ന് പറയുന്നത് മജ്റൂർ ആയിട്ടാണ് പറയേണ്ടത്. അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. മജ്റൂർ ആയിട്ട് ആലുന്നൊന്നും പറയാൻ പറ്റൂല. ഞാൻ പറഞ്ഞില്ല ആലിയത്തുൻ എന്നുള്ളതിന്റെ മുദക്കറാണ് എന്ത്? ആലിൻ. ആലിൻ. അപ്പൊ ആലിൻ എന്നാണ് പറയേണ്ടത്. ആലിയുന്നോ ആലുന്നോ എന്ന് പറയരുത്. ആലിൻ മജ്റൂർ ആയിട്ട് അഥവാ കിസ്റിട്ടിട്ടാണ് പറയേണ്ടത്. ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നത്. സെമ്മ് 2 ഫസ്റ്റ് ചാപ്റ്ററിൽ. എക്സ്പെൻസീവ്, വിലപിടിപ്പുള്ളത്. അതിന്റെ ഓപ്പോസിറ്റ് ആണ് എന്ത്? റഹീസത്തുൻ ചീപ്പ്. എന്ത്? ഓപ്പോസിറ്റ് എന്താണ്? റഹീസത്തുൻ. ഇതവിടെ ഉണ്ട്. ആലിയത്തുൻ ഹിയ അം റഹീസത്തുൻ. ഇത് ടീച്ചർ ഓരോ ടെക്സ്റ്റും ഒരു നോട്ടോ? എന്ത്? നമ്മൾക്ക് ഇത് കിട്ടാൻ ഒരു ടെക്സ്റ്റ് ബുക്കും ഒരു നോട്ട് ബുക്കോ? എനിക്ക് നിങ്ങൾ ക്ലിയർ ആയില്ലേ പറഞ്ഞ? ബുക്ക് വാങ്ങുമ്പോൾ ഹലോ, പറഞ്ഞോളി. ടെക്സ്റ്റ് ഉണ്ടല്ലോ, ഒരു ടെക്സ്റ്റ് പിന്നെ ഒരു നോട്ട് ബുക്ക് ഉണ്ടോ? എന്താണ് മറ്റേ കൊറിയറിലൊന്നും ഒരു നോട്ടാണ്. നോട്ട് ബുക്കാ? നോട്ട്സ് ആയിരിക്കൂലേ? നോട്ട്സ് ആയിരിക്കൂലേ? ഇതിന്റെ നോട്ട്സ് ആയിരിക്കൂലേ? അതെ ഇതന്നാണ്. നിങ്ങൾ പറയുന്ന ക്ലിയർ ആവുന്നില്ല. ഒരു ടെക്സ്റ്റും അതിന്റെ നോട്ട്സും ഉണ്ടാവും നിങ്ങൾക്ക് കൊറിയർ അയച്ചെന്നെങ്കിൽ. നോട്ട്സിന്റെ പൈസ നിങ്ങൾ അടിച്ചിട്ടുണ്ടെങ്കിൽ. രണ്ട് നോട്ട്സ് ഉണ്ടാവില്ലല്ലോ അല്ലേ? ഒരു നോട്ട്സ് അല്ലേ ഉണ്ടോ? ഒരു നോട്ട്സ്. ഇത് ഇത്രയും എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത്രയും കാര്യങ്ങളാണ് ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നത്. പിന്നെ ഇതിൽ നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് അല്ലതി എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? സെന്റൻസ് കൂടെ പഠിക്കണം കേട്ടോ. പറഞ്ഞിട്ട് അല്ലതി പറഞ്ഞത് ദ വൺ ഹോ, ഒരുവൻ. അത് നിങ്ങൾ പറഞ്ഞിട്ട് തന്നെ പഠിക്കണം. അല്ലതി എന്നുള്ളതിന്റെ സ്ത്രീലിംഗം എന്താണ്? അല്ലത്തി. അപ്പൊ എന്താണ്? അതിങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ട് തന്നെ പഠിക്കണേ. പിന്നെ ഇതിൽ ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? കുറച്ച് ക്ലാസ് റെക്കോർഡ് ക്ലാസ് ഞാൻ അയച്ചിട്ടുണ്ട്. ഞാൻ അയക്കും ഇന്നലെ നാളെ. പിന്നെ എന്റെ അടുത്ത് ടെക്സ്റ്റ് ബുക്ക് മാത്രമേ ഉള്ളൂ മാം. നോട്ട്സ് എന്തായാലും വാങ്ങണം. എന്റെ അടുത്ത് അഫീല നോട്ട്സ് വാങ്ങാൻ നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ വാങ്ങാം. എന്തായാലും ഞാൻ PDF അയക്കും. ഓരോ ടെക്സ്റ്റിന്റെ നോട്ട്സ് ഞാൻ PDF അയക്കും. ഓരോ ചാപ്റ്ററിന്റെ നിർബന്ധമില്ല.
നിങ്ങൾക്ക് നിർബന്ധമില്ല അല്ലെ? വേണമെങ്കിൽ ബുക്കിൽ നോക്കിയിട്ട് പഠിക്കണമെങ്കിൽ പഠിക്കുക, അല്ലെങ്കിൽ ഞാൻ PDF എന്തായാലും ഗ്രൂപ്പിൽ അയക്കും ഇതിന്റെ നോട്ട്സ് ആ ഓരോ ഓക്കെ. ചാപ്റ്റർ എടുക്കുന്നതിനനുസരിച്ചിട്ട്. അപ്പൊ നിങ്ങൾക്ക് അത് നോക്കി പഠിച്ചാലും മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാം, ആ നിർബന്ധമില്ല. ഓക്കെ. ആ ഞാൻ വരും. വാങ്ങിക്കോളി, പഠിക്കാൻ നമുക്ക് നല്ലതാ. നിർത്തിയാലോ? അതെ. ആ ആക്ടിവിറ്റീസ് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ. പിന്നെ ആ നിങ്ങൾക്ക് ശരി. ഇപ്പൊ ആർക്കെങ്കിലും ടൈമിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഞങ്ങൾക്ക് ഈ ഇടയില് ടൈം നമസ്കാരം ഇത് വരും, അല്ല, വാങ്ക് ഇതില് വരും. ജെൻസിനാർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങൾക്ക് ജമാഅത്തിന് കൂടാൻ പറ്റാത്ത? എനിക്കുണ്ട്. അപ്പോ ടൈം മാറ്റണം, 8:45 ആ മഗ്രിബ് നമുക്ക് 7:15 നമ്മുടെ ഇവിടെ അബുദാബിയിലൊക്കെ മഗ്രിബ് ഇപ്പൊ 7:15. അങ്ങനെ ഒരു ചെറിയൊരു വിഷമം മാത്രമേ ഉള്ളൂ. ഇതിനിടെ പോയി നിസ്കരിച്ചു എന്ന് മാത്രം. 8:30 ആക്കണോ അല്ലെ 8:45? 8:30 തന്നെ മതിയോ അല്ലെ 8:45 8:30 മതി. മതി. 8:30 കാരണം മതി. കുറച്ച് സമയം രണ്ടാഴ്ച കഴിയുമ്പോ ഇനി കുറച്ച് കഴിയുമ്പോ കഴിയുമ്പോ ടൈം മാറും. അങ്ങനെ മുമ്പോട്ട് വരും. അതെ, രണ്ടാഴ്ച എന്നാ കഴിയുമ്പോ ഓക്കെ, ടൈം 8:30 മാറും. തന്നെ മതി. ഓക്കെ എന്നാലും എന്നാ ആ ശരി. ബാക്കി എല്ലാരും ഇത് നോട്ട് ഞാൻ സമ്മറി ഗ്രൂപ്പിലായിരിക്കും, എല്ലാരും കേട്ടല്ലോ പഠിക്കണം. ഫസ്റ്റ് നോട്ട്സ് സെം നോക്കിയിട്ട് തുടങ്ങാ ടീച്ചറെ. ടീച്ചറെ ഫസ്റ്റ് സെം ഇനി ഉണ്ടാവോ ചോദിച്ചിരുന്നു എൻക്വയറി. അത് നിങ്ങൾ ഓഫീസിൽ വിളിച്ച് ചോദിക്കേണ്ടി വരും. നിങ്ങളെല്ലാം എടുക്കണേ? ഞാൻ അത് ക്ലാസ് ഇത് എടുക്കണോന്ന് അറിയില്ല, ആഡ് ഇട്ടുക്കണോന്ന് അറിയില്ല, തുടങ്ങുന്നുണ്ടാവും ചിലപ്പോ. ഓക്കെ. എന്തെങ്കിലും എടുക്കും. എന്നാ ശരി, നിർത്താം. السلام عليكم ورحمة الله وبركاته. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.